ഹായ് ഹലോ വെൽക്കം ടു മൈ മെന്റർ PSC ആപ്പ്. ഇന്ന് നമ്മൾ കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങൾ, പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസിൽ വരുന്ന ചില പുരസ്കാരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആദ്യം നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം നോക്കാം. ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തികളുടെ പേര് നമ്മൾ പഠിക്കണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ 2024 ലേറ്റസ്റ്റ് 2024 വരുന്നത്. 2024 പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ NS മാധവനാണ്. 32ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് 2024. അത് ആ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേരെന്താണ്? NS മാധവനാണ്. NS മാധവനാണ് 32ാമത് ഏത് പുരസ്കാരമാണ്? എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി. ക്ലിയർ ആണല്ലോ? അപ്പം 2024 പഠിച്ചു. അങ്ങനെയാണെങ്കിൽ 23 തൊട്ടു മുന്നത്തെ വർഷം ലഭിച്ചത് SK വസന്തനാണ്. 2023 SK വസന്തൻ, 2022 സേതുമാധവൻ, 2021 P വത്സല. ജസ്റ്റ് ആ ഒരു ഓർഡറിൽ നമ്മൾ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കാം. 2024 ആരാണ്? NS മാധവനാണ്. തൊട്ടു മുന്നത്തെ വർഷം SK വസന്തനായിരുന്നു. 22 സേതുമാധവൻ, 21 ആരായിരുന്നു? P വത്സലയായിരുന്നു. 2021 P വത്സലയ്ക്കുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരുടെ NS മാധവന്റെ ചില കൃതികളൊന്ന് നോക്കിപ്പോകാം. ഒന്ന്, ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്ന് പറയുന്നത് നോവലാണ്. NS മാധവന്റെ നോവലാണ്. ഏത് എന്ന് പറയുന്നത്? ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്ന് പറയുന്ന നോവലുണ്ട്. ഹിഗ്വിറ്റ, അതുപോലെ തന്നെ ചൂളൈമേടയിലെ ശവങ്ങൾ, തിരുത്ത്, അതൊരു ചെറുകഥയാണ്. പര്യായ കഥകൾ, പഞ്ചകന്യകകൾ, ഭീമച്ചൻ തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ കൃതികളാണ് കേട്ടോ. അപ്പം നമ്മൾ പുരസ്കാരം പഠിക്കുമ്പോൾ, ആ വ്യക്തിയെ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കൃതികളൂടി അതിൻ്റെ അഡീഷണലായിട്ട് പഠിച്ചു പോകുന്നത് നല്ലതാണ്. ഓക്കെ ആണല്ലോ? ഹിഗ്വിറ്റ, ചൂളൈമേടയിലെ ശവങ്ങൾ, തിരുത്ത്, പര്യായ കഥകൾ, പഞ്ചകന്യകകൾ, ഭീമച്ചൻ, മറ്റൊന്നെന്താണ്? ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികൾ എന്ന് പറയുന്ന നോവലും ആരുടേതാണ്? ഈ പറയുന്ന NS മാധവനുമായി ബന്ധപ്പെട്ട കൃതിയാണ്. ക്ലിയർ ആണല്ലോ? 2024 32ാമത് ഏത് പുരസ്കാരമാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. അത് ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. ക്ലിയർ ആണല്ലോ? എഴുത്തച്ഛൻ പുരസ്കാരത്തിന് ശേഷം നമ്മൾ വയലാർ പുരസ്കാരം നോക്കാം. വയലാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് 2024 എത്രാമത് പുരസ്കാരമാണ്? 48ാമത്. 2024 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അശോകൻ സരുവിലാണ്. അശോകൻ സരുവിൽ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് എന്ത് ലഭിച്ചത്? നമ്മുടെ 2024 48ാമത് വയലാർ പുരസ്കാരം നേടിയത്. ക്ലിയർ ആണല്ലോ? അശോകൻ സരുവിലിന്റെ കൃതി, ഏത് കൃതിക്കാണ് അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ എന്താണ്? കാട്ടൂർ കടവ് എന്നുള്ള കൃതിക്കാണ്. അശോകൻ സരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് ഏത് ലഭിച്ചത്? 48ാമത് ഏത് പുരസ്കാരം? വയലാർ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 48ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അശോകൻ സരുവിൽ. അല്ലെങ്കിൽ കൃത്യമായി വർഷം 2024. ഏത് കൃതിക്കാണ്? കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ്. തൊട്ടു മുന്നേ 2023 ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്ക് ആർക്ക് ലഭിച്ചു? ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. 2023 ശ്രീകുമാരൻ തമ്പി. 2022 ആർക്കാണ്? മീശ എന്ന് പറയുന്ന കൃതിക്ക്, നോവലിന് S ഹരീഷിന് ലഭിച്ചു. 2021 ബെന്യാമിന് വയലാർ അവാർഡ് ലഭിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നും കൂടി നോക്കാം. 2024 ആവുമ്പോൾ എത്രാമത്? 48ാമത്. ആർക്ക് ലഭിച്ചു? അശോകൻ സരുവിലിന് ലഭിച്ചു. കൃതി ഏതാണെന്ന് പഠിച്ചു വെക്കുക. ഏതാണ്? കാട്ടൂർ കടവ്. കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്ക് അശോകൻ സരുവിലിന് വയലാർ പുരസ്കാരം ലഭിച്ചു. 2023 ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. 2023 ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്ക് ശ്രീകുമാരൻ തമ്പിക്ക് 2023 വയലാർ പുരസ്കാരം ലഭിച്ചു. 22 ആർക്കായിരുന്നു? S ഹരീഷിനായിരുന്നു. 2021 അത് ബെന്യാമിനാണ് ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് വയലാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. തൊട്ടുമുന്നേ എഴുത്തച്ഛൻ പഠിച്ചു, പിന്നീട് നമ്മൾ വയലാർ പുരസ്കാരം പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് തകഴി പുരസ്കാരം നോക്കാം. ഏതാണ്? തകഴി പുരസ്കാരം 2023
തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? എം കെ സാനു ആണ്. എം കെ സാനു ആണ് 2023 ഏറ്റവും ഒടുവിലത്തെയാണ് 2023 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ്. ആര്? എം കെ സാനു. അങ്ങനെയാണെങ്കിൽ തൊട്ടു മുന്നേ 2022 വർഷത്തെ കൂടെ നമ്മൾ പഠിക്കണം. ഏതാണ് ആ തകഴി പുരസ്കാരത്തിന്, സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയുടെ പേരെന്താണ്? എം മുകുന്ദനാണ്. ക്ലിയർ ആണല്ലോ? അപ്പം തകഴി സാഹിത്യ പുരസ്കാരം ഏറ്റവും ഒടുവിൽ കൊടുത്തത് 2023 പുരസ്കാരമാണ്. അത് ആർക്കാണ് ലഭിച്ചത്? 2023 തകഴി പുരസ്കാരം എം കെ സാനുവിന് ലഭിച്ചു. തൊട്ടു മുന്നേ 2022 പുരസ്കാരം ആർക്ക് ലഭിച്ചു? എം മുകുന്ദന് ലഭിച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ. മലയാള ഭാഷയ്ക്കും അതുപോലെ തന്നെ സാഹിത്യത്തിനുമുള്ള നൽകുന്ന സമഗ്ര സംഭാവനകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ തകഴി പുരസ്കാരം കൊടുക്കുന്നത്. അതൊന്ന് ആലോചിച്ച് വെച്ചിരിക്കുക, ആർക്കൊക്കെ ലഭിച്ചു എന്നുള്ളത് പഠിക്കുക. 2023 പുരസ്കാരം ആർക്കാ ലഭിച്ചത്? എം കെ സാനുവിനാണ്. 2022 അത് ലഭിച്ചത് എം മുകുന്ദനാണ്. ക്ലിയർ ആണല്ലോ? അപ്പം 3 പുരസ്കാരങ്ങളായി നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡുമായി ബന്ധപ്പെട്ടതും നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റും പഠിക്കണം, തൊട്ടു മുന്നത്തെയും കൂടെ പഠിച്ചു പോകാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഈ അവാർഡ് നൽകുന്നത് കേട്ടോ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഈ അവാർഡ് നൽകുന്നത്. ഏത് അവാർഡ്? ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. 2023 അതായത് 53ാമത് എല്ലാ എക്സാമിനും നമ്മളോട് ഈ 53ാമത് 48ാമത് ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അതും കൂടി നോക്കുക. 53ാമത് 2023 53ാമത് ഓടക്കുഴൽ അവാർഡ് അർഹനായ വ്യക്തി ആരാണ്? കവിയായിട്ടുള്ള PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ് ഏതിന് അർഹനായത്? ഓടക്കുഴലിന് അവാർഡിന് അർഹനായ വ്യക്തി. 2023 എത്രാമത്? 53ാമത് ഓടക്കുഴൽ അവാർഡിന് അർഹനായ വ്യക്തി കവിയായിട്ടുള്ള PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചത് എന്ന് അറിയണം. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമായിട്ടുള്ള കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ്. എന്താണ്? കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് PN ഗോപികൃഷ്ണന് എന്ത് ലഭിക്കുന്നത്? ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ക്ലിയർ ആണല്ലോ? PN ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് 2023 ലഭിച്ചു. അത് ഏത് കൃതിക്കാണ് എന്നുള്ളതാണ്. ഏതാണ്? കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ്. ഓക്കെ. അപ്പൊ അത് 2023. തൊട്ട് മുന്നേ എന്താണ്? 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച വ്യക്തിയുടെ പേരെന്താണ്? അംബികാസുധൻ മങ്ങാടാണ്. അംബികാസുധൻ മങ്ങാടിനാണ് ഈ പറയുന്ന 2022 ഏത് പുരസ്കാരം? ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് എന്ന് ചോദിച്ചാൽ പ്രാണവായു എന്നുള്ളതാണ്. കഥാസമാഹാരമായിട്ടുള്ള പ്രാണവായു എന്ന കൃതിക്ക് ആർക്ക് ലഭിച്ചു? 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു. ക്ലിയർ ആണല്ലോ? ഓടക്കുഴൽ അവാർഡ് 2023 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ഏത് കവിതാ സമാഹാരമാണ്? കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ്. 2023 തീർന്നു. ഇനി 2022 വന്നാൽ ആർക്കാണ് ലഭിച്ചത്? അംബികാസുധൻ മങ്ങാടിന്റെ കഥാസമാഹാരത്തിനാണ്. ഏതാണ് ആ കൃതി? പ്രാണവായു ആണ്. പ്രാണവായുവിന് 2022 പുരസ്കാരം ലഭിച്ചു. അപ്പൊ അത്രയുമാണ് ഏത് അവാർഡ്? ഓടക്കുഴൽ അവാർഡുമായിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇനി പത്മപ്രഭാ പുരസ്കാരമാണ്. പത്മപ്രഭാ പുരസ്കാരം എന്ന് പറയുന്ന പുരസ്കാരമാണ്. അത് 2024 ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദിനാണ്. 2024 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? റഫീഖ് അഹമ്മദ് ആണ്. തൊട്ടു മുന്നേ 2023 സുഭാഷ് ചന്ദ്രന് ലഭിച്ചു. ഓക്കെ ആണല്ലോ? 2024 പത്മപ്രഭാ പുരസ്കാരം റഫീഖ് അഹമ്മദിന് ലഭിച്ചു. 2023 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അത് പത്മപ്രഭാ പുരസ്കാരവുമായി ബന്ധപ്പെട്ട 2 പോയിന്റുകളായിരുന്നു. ഇനി തൊട്ട് താഴെ നമ്മൾ കടമ്മനിട്ട പുരസ്കാരമാണ് പഠിക്കുന്നത്. കടമ്മനിട്ട പുരസ്കാരവുമായി ബന്ധപ്പെട്ട് 2024 ആ പുരസ്കാരം 2024 കടമ്മനിട്ട രാമകൃഷ്ണന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതും ആർക്ക് തന്നെയാണ്?
ഇവിടെ നമ്മൾ പഠിച്ച പത്മപ്രഭാ പുരസ്കാരം ലഭിച്ച റഫീഖ് അഹമ്മദിന് തന്നെയാണ്. ഓക്കെ ആണല്ലോ. പത്മപ്രഭാ പുരസ്കാരവും കടമ്മനിട്ട പുരസ്കാരവും 2024 ലഭിച്ചത് ഒരേ വ്യക്തിക്കാണ്. ആരാണ്? റഫീഖ് അഹമ്മദ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ കടമ്മനിട്ട പുരസ്കാരം 2024 അത് ലഭിച്ചത് ആർക്ക്? റഫീഖ് അഹമ്മദിനാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടുമുന്നേ 2023 ആ കടമ്മനിട്ട പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ പേര് പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മയ്ക്കാണ് 2023 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ പത്മപ്രഭാ പുരസ്കാരം 2024 റഫീഖ് അഹമ്മദ്, കടമ്മനിട്ട പുരസ്കാരം 2024 ആർക്ക് ലഭിച്ചിട്ടുണ്ട്? റഫീഖ് അഹമ്മദിന് ലഭിച്ചിട്ടുണ്ട്. 2023 പത്മപ്രഭാ പുരസ്കാരം സുഭാഷ് ചന്ദ്രന് ലഭിച്ചു. കടമ്മനിട്ട പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അടുത്തത് നമുക്ക് ഹരിവരാസന പുരസ്കാരം. എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ ഹരിവരാസന പുരസ്കാരം എന്ന് പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് അല്ലെങ്കിൽ അതിനർഹനായ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ PK വീരമണിദാസ് ആണ്. PK വീരമണിദാസിനാണ് 2024 ഏത് പുരസ്കാരം? ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. അദ്ദേഹം തമിഴ് പിന്നണി ഗായകനാണ്. 2024 ഏത് പുരസ്കാരം? ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. ഇൻഷ്യൽ എന്താണ്? PK വീരമണിദാസ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2023 ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ആ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അത് അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹരിവരാസനം പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. 2024 PK വീരമണിദാസിനും 2023 ശ്രീകുമാരൻ തമ്പിക്കുമാണ് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അത്രയും പോയിന്റുകൾ ക്ലിയർ ആണ്. അത് ഹരിവരാസനം പുരസ്കാരവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് നമുക്ക് കേരള പുരസ്കാരങ്ങൾ. നമ്മുടെ പത്മശ്രീ, പത്മ വിഭൂഷൺ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള ഒരു പുരസ്കാരമാണ് കേരള പുരസ്കാരം എന്ന് പറയുന്ന പുരസ്കാരം അല്ലേ. അപ്പോൾ കേരള പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വ്യക്തികൾ, അതിൽ കേരള ജ്യോതി ഉണ്ട്. അതിലാദ്യം നമുക്ക് കേരള ജ്യോതി നോക്കാം. കേരള ജ്യോതി പുരസ്കാരം നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് പുരസ്കാരങ്ങൾ മാറ്റുന്നത്. ആദ്യത്തേത് കേരള ജ്യോതി പുരസ്കാരമാണ്. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? MK സാനു ആണ്. MK സാനുവിനാണ് 2024 കേരള ഏത് പുരസ്കാരം? ജ്യോതി പുരസ്കാരം. പേര് നമ്മൾ കൃത്യമായി നോക്കി വെച്ചേക്കുക. കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ചത് MK സാനുവിനാണെങ്കിൽ 2023 ആ പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? T പത്മനാഭനാണ്. T പത്മനാഭനാണ് കേരള ജ്യോതി പുരസ്കാരം 2023 ലഭിച്ചിട്ടുള്ളത്. 2024 കേരള ജ്യോതി പുരസ്കാരം ആർക്ക് ലഭിച്ചു? MK സാനുവിന് ലഭിച്ചു. 2023 കേരള ജ്യോതി പുരസ്കാരം ആർക്ക് ലഭിച്ചു? T പത്മനാഭന് ലഭിച്ചു. അപ്പൊ ആദ്യത്തെ കാറ്റഗറി കേരള പുരസ്കാരത്തിന്റെ ആദ്യത്തെ കാറ്റഗറി അത് ആ 2 പേരുകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കേരള പ്രഭാ പുരസ്കാരമാണ് നോക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് കേരള പ്രഭാ പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കേരള പ്രഭാ പുരസ്കാരം 2024 2 വ്യക്തികൾക്ക് ലഭിച്ചിട്ടുണ്ട്. 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ആള് ISROയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ S സോമനാഥ് ആണ്. ISROയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ S സോമനാഥിനാണ് ഒരു പുരസ്കാരം, അതായത് 2 വ്യക്തികൾക്ക് കിട്ടി. അതിൽ ഒന്നാമത്തെ ആള് ആരാണ്? ഡോക്ടർ S സോമനാഥ് ആണ്. കാറ്റഗറി ഉണ്ട് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു വ്യക്തി ഭുവനേശ്വരിയാണ്. കൃഷി മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഭുവനേശ്വരിക്ക് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 2024 2 വ്യക്തികൾ, ഒന്ന് ആരാണ്? ഡോക്ടർ S സോമനാഥ്, മറ്റൊരാള് ഭുവനേശ്വരിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ അതാണ് കേരള പ്രഭാ പുരസ്കാരം 2024. തൊട്ട് മുന്നേ 2023 കൂടി നമുക്ക് പറഞ്ഞു പോകാം. 2023 പുരസ്കാരം ലഭിച്ച വ്യക്തികൾ 2 പേര്. ഒന്ന് ജസ്റ്റിസ് M ഫാത്തിമ VV, സാമൂഹിക സേവനം, സിവിൽ സർവീസ് എന്ന് പറയുന്ന 2 മേഖലകളൂടി എടുത്തിട്ടാണ് ജസ്റ്റിസ് M ഫാത്തിമ VVക്ക് എന്ത് ലഭിച്ചത്? 2023 കേരള
പ്രഭാ പുരസ്കാരം ലഭിച്ചത്. മറ്റൊരാളാരാണ്? കലാമേഖലയുമായി ബന്ധപ്പെട്ട് സൂര്യാകൃഷ്ണമൂർത്തിക്കാണ്. അപ്പോൾ രണ്ട് വ്യക്തികൾ, സൂര്യാകൃഷ്ണമൂർത്തിക്കും ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും 2023 ഏത് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2024 നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ ജസ്റ്റ് അതൊന്ന് പഠിച്ചു പോകുക എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന ജസ്റ്റിസ് ഫാത്തിമ ബീവി, സൂര്യകൃഷ്ണമൂർത്തിക്കൊക്കെ ലഭിച്ചത് ഇവിടെയൊക്കെ 2-3 ആളുകൾക്കൊക്കെ അല്ലേ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പേരുകൾ കൂടി പഠിച്ചു പോവുക. 2024 കൃത്യമായി നിങ്ങൾ പഠിക്കണം. എന്തൊക്കെയാണ്? ഡോക്ടർ എസ് സോമനാഥും അതുപോലെ തന്നെ ഭുവനേശ്വരി. ഏത് പുരസ്കാരം? കേരള പ്രഭാ പുരസ്കാരം. കേരള ജ്യോതി പഠിച്ചു, കേരള പ്രഭ പഠിച്ചു. ഇനി ഒരു ടൈപ്പ് കൂടിയുണ്ട് അല്ലെ, ഒരു കാറ്റഗറിയും കൂടിയുണ്ട്. അതെന്താണ്? കേരള ശ്രീ പുരസ്കാരങ്ങളാണ്. കേരള ശ്രീ, പത്മശ്രീ ഒക്കെ എന്ന് പറയുന്നത് പോലെ എന്ത് പുരസ്കാരം? കേരള ശ്രീ പുരസ്കാരങ്ങൾ. അപ്പോൾ 2024 പുരസ്കാരത്തിന് അർഹനായവരുടെ പേരുകൾ നമുക്ക് നോക്കാം. ഒന്ന് ആരാണ്? കലാമണ്ഡലം വിമല മേനോൻ. കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന കലാമണ്ഡലം വിമല മേനോനാണ് ഒരു വ്യക്തി. അടുത്തത് ഡോക്ടർ TK ജയകുമാർ. ആരോഗ്യ വിഭാഗവുമായി, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ TK ജയകുമാർ. അടുത്തത് എന്താണ്? നാരായണ ഭട്ടതിരിയാണ്. കാലിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് നാരായണ ഭട്ടതിരിയാണ് മറ്റൊരു വ്യക്തി. അടുത്തത് നമ്മുടെ എന്താണ്? ക്രിക്കറ്റ്, കായിക മേഖലയിൽ നിന്നുള്ള സഞ്ജു സാംസൺ ആണ് മറ്റൊരു വ്യക്തി. അടുത്തത് ഷൈജ ബേബി, സാമൂഹ്യ സേവനം ആശാ വർക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആശാ വർക്കറായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യ സേവന മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന ഷൈജ ബേബിക്കാണ് മറ്റൊരു കേരള ശ്രീ. പത്മശ്രീ പോലെയുള്ളൊരു പുരസ്കാരമാണ് നമ്മുടെ കേരളത്തിന്റെ ശ്രീയാണ് കേരള ശ്രീ എന്ന് പറയുന്ന പുരസ്കാരം. ഓക്കെ. മറ്റൊരാൾ ആരാണ്? VK മാത്യൂസ് ആണ്. വ്യവസായികം അല്ലെങ്കിൽ വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഒന്നും കൂടി വായിക്കാം. കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. ഇത്രയും പേർക്കാണ് 2024 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് കേരള പുരസ്കാരം 2024 ബന്ധപ്പെട്ട കാര്യങ്ങൾ. കേരള ജ്യോതി പുരസ്കാരം, കേരള പ്രഭ പുരസ്കാരം, ഏറ്റവും ലാസ്റ്റ് നമ്മൾ കേരള ശ്രീ പുരസ്കാരം നോക്കി. ഈ പറയുന്ന വ്യക്തികളുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേരള പുരസ്കാരം നോക്കി. അപ്പോൾ ഇത് നമ്മുടെ പത്മ പുരസ്കാരത്തിന്റെ മാതൃകയിലാണല്ലേ, നമ്മുടെ കേരളത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് കേരള പുരസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി പത്മ പുരസ്കാരങ്ങൾ നോക്കാം. 2024 പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. എന്തൊക്കെയാണ്? പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തികൾ. 2024 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായത് 5 വ്യക്തികൾക്കാണ്. ആ 5 വ്യക്തികളുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കുക. ആർക്കൊക്കെയാണ്? പബ്ലിക് അഫയേഴ്സിന് വെങ്കയ്യ നായിഡുവിന് പത്മവിഭൂഷൺ ലഭിച്ചു. ചിരഞ്ജീവിക്ക് കലാമേഖലയുമായി ബന്ധപ്പെട്ട് പത്മവിഭൂഷൺ ലഭിച്ചു. കലാമേഖലയുമായി ബന്ധപ്പെട്ട് വൈജയന്തി മാല തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്. അപ്പം അവർക്ക് എന്ത് ചെയ്തു? നമ്മുടെ പത്മവിഭൂഷൺ നൽകി. പത്മ സുബ്രഹ്മണ്യം നർത്തകിയാണ്. കലാമേഖലയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ആണ്. ആ പത്മ സുബ്രഹ്മണ്യത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മവിഭൂഷൺ ലഭിച്ചു. ബിന്ദേശ്വർ പദക് സാമൂഹിക സേവനമാണ്. ഏത് സംസ്ഥാനത്തിലുള്ളതാണ്? ബീഹാറിൽ നിന്നാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ പറയുന്ന 5 വ്യക്തികൾക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് വെങ്കയ്യ നായിഡു, പബ്ലിക് അഫയേഴ്സ് ആണ്. ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാനത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചിരഞ്ജീവി കലാമേഖലയാണ്. അദ്ദേഹം ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ആന്ധ്രാപ്രദേശാണ്. വൈജയന്തി മാല കലാമേഖലയുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ പത്മ സുബ്രഹ്മണ്യം കലാമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും തമിഴ്നാട് സംസ്ഥാനത്തുമായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അടുത്തത് ബിന്ദേശ്വർ പദക് ബീഹാറിൽ നിന്നുള്ളതാണ്. സാമൂഹിക സേവനം. ഇത്രയും ആളുകൾക്ക്, ഈ പറയുന്ന 5 ആളുകൾക്കാണ് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പം 2024 5 വ്യക്തികൾക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്തത് പത്മഭൂഷൺ പുരസ്കാരം. പത്മഭൂഷൺ പുരസ്കാരം 17 പേർക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 17 വ്യക്തികൾക്കാണ് 2024 എന്ത് ലഭിച്ചത്? പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. അതിൽ 2 മലയാളികളുണ്ട്. നമുക്ക് മലയാളികളുടെ പേര് പഠിക്കാം. ഒന്ന് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി ആണ്. മരണാനന്തരമാണ് അവർക്ക് ആ ബഹുമതി കിട്ടുന്നത്. പബ്ലിക് അഫയേഴ്സിലാണ്. ഓക്കെ. ഒന്ന് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി ആണ്. മറ്റൊന്ന് പബ്ലിക് അഫയേഴ്സിൽ ആർക്കാണ്? O രാജഗോപാലാണ്. മുൻ മന്ത്രിയായിരുന്നിട്ടുള്ള, കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുള്ള O രാജഗോപാലിനാണ്. ക്ലിയർ ആണല്ലോ? അപ്പം പത്മഭൂഷൺ 17 പേർക്ക് ലഭിച്ചു. അതിൽ 2 പേര് മലയാളികൾ,
ജസ്റ്റിസ് എം ഫാത്തിമ ബീവി, അതുപോലെ തന്നെയോ രാജഗോപാൽ. ഈ 2 വ്യക്തികൾക്കാണ്, മലയാളികളായിട്ടുള്ള വ്യക്തികൾക്കാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള മലയാളികൾ. ക്ലിയർ ആണല്ലോ. അടുത്തത് പത്മശ്രീയാണ്. പത്മശ്രീ 110 ആളുകൾക്കാണ് നൽകിയത്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 110 പേർക്കാണ്. അതിൽ 6 പേർ മലയാളികളാണ്. ആ 6 പേരുടെ പേരുകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി, സാഹിത്യം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്. ആർക്കാണ്? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി. അടുത്തത് മുനി നാരായണ പ്രസാദ്. ആരാണ്? മുനി നാരായണ പ്രസാദ്, സാഹിത്യം വിദ്യാഭ്യാസം തന്നെയാണ്. സധനം ബാലകൃഷ്ണൻ, കഥകളി ആചാര്യൻ, അല്ലെങ്കിൽ കലാമേഖലയുമായി ബന്ധപ്പെട്ട സധനം ബാലകൃഷ്ണൻ. അടുത്തത് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മശ്രീ ലഭിക്കുന്നത്. സാഹിത്യം വിദ്യാഭ്യാസം എന്ന് പറയുന്ന മേഖലയിൽ ഉൾപ്പെട്ടതാണ്. ഓക്കെ, EP നാരായണനാണ് അടുത്ത വ്യക്തി. EP നാരായണൻ തെയ്യം കലാകാരനാണ്. ഇവരൊക്കെ ഏത് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ളവരാണെന്ന് നിങ്ങൾ പഠിച്ചു പോകണേ. EP നാരായണൻ തെയ്യം കലാകാരനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനും കലാമേഖലയുമായി ബന്ധപ്പെട്ടാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത്. സത്യനാരായണ ബലേരി നെൽ കർഷകനായിട്ടുള്ള വ്യക്തിയാണ്. സത്യനാരായണ ബലേരി. അങ്ങനെ ഇത്രയും പേർക്ക് 6 വ്യക്തികളാണ് പത്മശ്രീ ലഭിച്ച മലയാളികൾ. മൊത്തം 110 ആളുകൾക്ക് പത്മശ്രീ കൊടുത്തിട്ടുണ്ട്. അതിൽ 6 വ്യക്തികളാണ് മലയാളികളായിട്ടുള്ളത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി, മുനി നാരായണ പ്രസാദ്, സദനം ബാലകൃഷ്ണൻ, പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, EP നാരായണൻ, സത്യനാരായണ ബലേരി. ഇത്രയും ആളുകൾക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതാണ് പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏതൊക്കെയാണ്? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഭാരതരത്നയുമായി ബന്ധപ്പെട്ട 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ വ്യക്തികളുടെ പേരൊന്ന് നമ്മൾ പഠിച്ചു പോകണം. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു പോകണം. ആർക്കൊക്കെയാണ്? MS സ്വാമിനാഥന് ലഭിച്ചു, LK അദ്വാനിക്ക് ലഭിച്ചു. ഭാരതരത്നം 50ാമത് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് LK അദ്വാനി. ചരൺ സിംഗിന് ലഭിച്ചു, മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. PV നരസിംഹറാവു, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പം മറ്റൊരാൾ ആരാണ്? കർപ്പൂരി താക്കൂർ, ബീഹാറിന്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടിരുന്ന കർപ്പൂരി താക്കൂർ. ഇത്രയും ആളുകൾക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പഠിച്ചു പോകണം. MS സ്വാമിനാഥൻ നമുക്കറിയാം, ഗ്രീൻ റവല്യൂഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് വ്യക്തിയാണ്. അപ്പോൾ MS സ്വാമിനാഥന് എന്ത് ലഭിച്ചു? ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. LK അദ്വാനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മുൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് LK അദ്വാനി. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഭാരതരത്ന ലഭിച്ചു. 50ാമത്തെ വ്യക്തിയാണ്. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ചരൺ സിംഗ്, PV നരസിംഹറാവു, കർപ്പൂരി താക്കൂർ. ഈ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക എന്നുള്ളതാണ്. അപ്പം ഭാരതരത്ന ലഭിച്ച ആളുകളുടെ പേരൊന്ന് റിവൈസ് ചെയ്തു. ആരൊക്കെയാണ്? സ്വാമിനാഥൻ, LK അദ്വാനി, ചരൺ സിംഗ്, PV നരസിംഹറാവു, കർപ്പൂരി താക്കൂർ. ഇങ്ങനെ 5 പേർക്കാണ് ഭാരതരത്ന ലഭിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പം അത് ഭാരതരത്നം, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സാഹിത്യ പുരസ്കാരങ്ങളായിട്ടുള്ള കേരള സാഹിത്യ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ പുരസ്കാരങ്ങളും നോക്കാം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോക്കാം. 2024 പ്രഖ്യാപിച്ചിട്ടുള്ള 2023 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നമ്മൾക്കൊന്ന് നോക്കാം. മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണനാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത കവിതകൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആരാണ്? മികച്ച കവിതാ വിഭാഗത്തിൽ ആർക്കാണ്? കൽപ്പറ്റ നാരായണനാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. മികച്ച നോവൽ സിന്നാണ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സിൻ എന്നാണ് വായിക്കുക. സിൻ എന്ന് പറഞ്ഞ നോവലാണ്. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ലഭിക്കുന്നത്. ഹരിദാസ് സാവിത്രിക്കാണ് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സിന്നാണ്. ഹരിദാസ് സാവിത്രിക്കാണ് ആ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ മികച്ച കവിത കൽപ്പറ്റ നാരായണൻ, മികച്ച നോവൽ ഹരിദാസ് സാവിത്രി. മികച്ച ചെറുകഥ എന്ന് പറയുന്നത് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നുള്ള ചെറുകഥയാണ്. അത് എഴുതിയിട്ടുള്ളത് N രാജനാണ്. മികച്ച ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആണ്. ആരാണ് എഴുതിയത്? N രാജനാണ്. അദ്ദേഹത്തിന്റെ ഏത് കൃതി? ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയുന്ന ചെറുകഥയ്ക്കാണ് കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് നാടകമാണ്. മികച്ച നാടകം ഗിരീഷ് PC പാലത്തിന്റെ E for ഈഡിപ്പസ് എന്ന് പറയുന്ന നാടകം. ഏതാണ്? E for ഈഡിപ്പസ് എന്നുള്ളതാണ് മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കവിത കൽപ്പറ്റ നാരായണൻ, മികച്ച നോവൽ സിന്നാണ്. ഹരിദാസ് സാവിത്രിക്കാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആണ്. ആരുടെയാണ്? N രാജനാണ് എഴുതിയിട്ടുള്ളത്.
മികച്ച നാടകം ഇ ഫോർ ഈഡിപ്പസ് ആണ്. ആരാണ്? ഗിരീഷ് PC പാലം. മികച്ച യാത്രാ വിവരണം എഴുതിയിട്ടുള്ളത് നന്ദിനി മേനോനാണ്. മികച്ച യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നന്ദിനി മേനോനാണ്. അംശോ ബസ്തർ എന്ന് പറയുന്ന കൃതി, അംശോ ബസ്തർ എന്ന് പറയുന്ന യാത്രാ വിവരണത്തിനാണ് ആർക്ക്? നന്ദിനി മേനോന് മികച്ച യാത്രാ വിവരണത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മികച്ച കവിത കൽപ്പറ്റ നാരായണൻ, മികച്ച നോവൽ സിന്നാണ്, ഹരിത സാവിത്രിയുടെയാണ്, മികച്ച ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, മികച്ച നാടകം ഇ ഫോർ ഈഡിപ്പസ്, മികച്ച യാത്രാ വിവരണം നന്ദിനി മേനോനാണ്. അംജോ ബസ്തർ എന്ന് പറയുന്ന കൃതിക്കാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത് മികച്ച സാഹിത്യ വിമർശനം. മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പി പവിത്രനാണ്. ഭൂപടം തലതിരിക്കുമ്പോൾ, എന്താണ്? ഭൂപടം തലതിരിക്കുമ്പോൾ എന്ന് പറയുന്ന എന്താണ് സാഹിത്യ വിമർശനത്തിന് പി പവിത്രൻ എന്ത് ലഭിച്ചു? മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. വൈജ്ഞാനിക സാഹിത്യം, മികച്ച വൈജ്ഞാനിക സാഹിത്യം ബി രാജീവന്റെ ഇന്ത്യയെ വീണ്ടെടുക്കൽ. എന്താണ്? ബി രാജീവനാണ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ് ആ ഒരു കൃതി? ഇന്ത്യയെ വീണ്ടെടുക്കൽ എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയെ വീണ്ടെടുക്കൽ ആരുടേതാണ്? ബി രാജീവനാണ്. അദ്ദേഹത്തിന് വൈജ്ഞാനിക സാഹിത്യം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഈ പറയുന്ന കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ജീവചരിത്രം കെ വേണുവിനാണ്. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അതിൽ ജീവചരിത്രത്തിൽ കെ വേണുവിനാണ്. ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് കെ വേണുവിന് ഏത് ലഭിച്ചിട്ടുള്ളത്? ജീവചരിത്ര വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചത്. ബാലസാഹിത്യം പെൺകുട്ടിയും കൂട്ടരും. പെൺകുട്ടിയും കൂട്ടരും എന്ന് പറയുന്ന കൃതിക്ക് ഗ്രേസിക്കാണ് ബാലസാഹിത്യത്തിൽ എന്ത് ലഭിച്ചത്? പുരസ്കാരം ലഭിച്ചത്. ഹാസ്യ സാഹിത്യം, ഹാസ്യ സാഹിത്യത്തിൽ സുനീഷ് വരാനാടനാണ്. വരനാടൻ കഥകൾ എന്ന് പറയുന്ന കൃതിക്ക് സുനീഷ് വരനാടൻ എന്ത് ലഭിച്ചിട്ടുണ്ട്? ഹാസ്യ സാഹിത്യത്തിൽ പുരസ്കാരം ലഭിച്ചു. മികച്ച വിവർത്തനം, വിവർത്തനത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കഥാകാതികേ എന്ന് പറയുന്ന കൃതിക്ക് AM ശ്രീധരനാണ്. കഥാകാതികേ എന്ന് പറയുന്ന കൃതിക്ക് AM ശ്രീധരനാണ് വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ ആണല്ലോ? സാഹിത്യ വിമർശനം പി പവിത്രൻ, വൈജ്ഞാനിക സാഹിത്യം ഇന്ത്യയെ വീണ്ടെടുക്കൽ എന്ന് പറയുന്ന കൃതിക്ക് ബി രാജീവൻ, ജീവചരിത്രം കെ വേണുവിൻ്റെ ഏതാണ്? ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്ക്, മികച്ച ബാലസാഹിത്യ കൃതിയായിട്ട് തിരഞ്ഞെടുത്തത് പെൺകുട്ടിയും കൂട്ടരും, ഗ്രേസി എന്ന് പറയുന്ന വ്യക്തിയുടെ പെൺകുട്ടിയും കൂട്ടരും എന്ന് പറയുന്ന കൃതിക്കാണ്. ഹാസ്യ സാഹിത്യം സുനീഷ് വരനാടനാണ്. വരനാടൻ കഥകൾ എന്ന് പറയുന്ന കൃതിക്കാണ് ഹാസ്യ സാഹിത്യ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. വിവർത്തനം AM ശ്രീധരൻ, കഥാകാതികേ എന്ന് പറയുന്ന കൃതിക്ക്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് JC ഡാനിയൽ പുരസ്കാരം നോക്കാം. 2023 JC ഡാനിയൽ പുരസ്കാരമാണ് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആർക്കാണ് ലഭിച്ചത്? ഷാജി N കരുണാണ് ജേതാവായിട്ടുള്ളത്. അപ്പോൾ JC ഡാനിയൽ പുരസ്കാരം 2023 ലഭിച്ചത് ഷാജി N കരുണാണ്. മലയാള സിനിമയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകുന്ന പുരസ്കാരം 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ. അപ്പൊ ഷാജി N കരുണാണ് 2023 പുരസ്കാരം ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ 2022 TV ചന്ദ്രനാണ് കേട്ടോ പുരസ്കാരം ലഭിച്ചത്. JC ഡാനിയൽ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? TV ചന്ദ്രനാണ്. 2023 ഷാജി N കരുണാണ് ഈ പറയുന്ന JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ ആണല്ലോ? അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്, മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്നതാണ്. ഏറ്റവും സമഗ്ര സംഭാവനകൾക്ക് അത് പരിഗണിച്ച് നൽകുന്ന പുരസ്കാരം 5 ലക്ഷം രൂപയും ശില്പവും മറ്റൊരു പ്രശസ്തി പത്രവും കൂടി അടങ്ങുന്നതാണ് ഈ പറയുന്ന ഏത് പുരസ്കാരം? JC ഡാനിയൽ പുരസ്കാരം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് സ്വരാജ് ട്രോഫി, അതായത് വളരെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തദ്ദേശപരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടൊരു പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലത്തെ 2022-2023 സ്വരാജ് ട്രോഫി നേടിയ ജില്ലകൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ജില്ലാ പഞ്ചായത്ത്, ആദ്യം ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ സ്വരാജ് ട്രോഫിയിൽ 1ാം സ്ഥാനം നേടിയ ജില്ല തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. 2ാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ്. 2022-2023 ജില്ലാ പഞ്ചായത്തുകളിൽ സ്വരാജ് ട്രോഫിയുടെ ജില്ലാ പഞ്ചായത്തുകളുടെ മത്സരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1ാം സ്ഥാനം തിരുവനന്തപുരത്തിനും 2ാം സ്ഥാനം ഏത് ജില്ലാ പഞ്ചായത്താണ്? കൊല്ലം ജില്ലാ പഞ്ചായത്താണ്.
ഇനി ബ്ലോക്ക് പഞ്ചായത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തും പരിഗണിക്കുമ്പോൾ ഒന്നാം സ്ഥാനം 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ലഭിച്ചു. ഓക്കെ, ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയത്തെ വൈക്കം. ഈ 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഒന്നാം സ്ഥാനം ലഭിച്ചു. ഒന്നാം സ്ഥാനം തുല്യമായിട്ട് ഈ 3 ബ്ലോക്ക് പഞ്ചായത്തുകളും കൂടി വീതിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഇത്തവണ ഉണ്ടായിരുന്നില്ല. ഓക്കെ ആണല്ലോ. ഒന്നാം സ്ഥാനം നേടിയ 3 ബ്ലോക്ക് പഞ്ചായത്തുകൾ നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ജില്ലാ പഞ്ചായത്തായി, ബ്ലോക്ക് പഞ്ചായത്തായി. ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനം ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്താണ്. കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിനാണ് ഒന്നാം സ്ഥാനം. ആലപ്പുഴ ജില്ലയിലെ മുട്ടാറനാട് 2ാം സ്ഥാനം. 3ാം സ്ഥാനം കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപിള്ളിയാണ്. ഈ 3 ഗ്രാമപഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? വലിയ പറമ്പ് കാസർഗോഡ് ജില്ല 1ാം സ്ഥാനം, മുട്ടാർ ആലപ്പുഴ ജില്ല 2ാം സ്ഥാനം, മരങ്ങാട്ടുപിള്ളി കോട്ടയം 3ാം സ്ഥാനം. ഇങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നത്? സംസ്ഥാന തലത്തിൽ വെച്ചിട്ട് ഗ്രാമപഞ്ചായത്തുകൾ നോക്കുമ്പോൾ സ്വരാജ് ട്രോഫി ലഭിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് എന്താണ്? മുനിസിപ്പാലിറ്റികൾ അല്ലെ. മുനിസിപ്പാലിറ്റികൾ വരുമ്പോൾ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഗുരുവായൂർ നഗരസഭയ്ക്കാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം വടക്കാഞ്ചേരിയാണ്. 3ാം സ്ഥാനം ആന്തൂറാണ്, കണ്ണൂർ ജില്ലയിലാണ്. ബാക്കി 2 മുനിസിപ്പാലിറ്റികളും തൃശ്ശൂർ ജില്ലയിലാണ്. 1ാം സ്ഥാനം ഗുരുവായൂർ, 2ാം സ്ഥാനം എവിടെയാണ്? വടക്കാഞ്ചേരി, 3ാം സ്ഥാനം ആന്തൂർ. ഈ 3 നമ്മുടെ മുനിസിപ്പാലിറ്റികളാണ് 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ അർഹരായിട്ടുള്ളത്. ഇനി കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. സ്വരാജ് ട്രോഫിയിൽ മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുത്തത് എവിടെയാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, പിന്നെന്താ പഠിച്ചേ? മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ എന്താണ്? കോർപ്പറേഷനുകളുടെ വിഭാഗത്തിൽ മികച്ച കോർപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, നമ്മളപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പുരസ്കാരങ്ങൾ, സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ, അതുപോലെ തന്നെ കലാമേഖലയുമായി, കവിതാ മേഖല, അങ്ങനെയുള്ള പല പുരസ്കാരങ്ങൾ നോക്കി. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ള പുരസ്കാരങ്ങൾ.